ചാമ്പ്യൻസ് ട്രോഫിയും IPLുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിട്ടുള്ള ഏറ്റവും പുതിയ 2 അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇംഗ്ലണ്ടിനെതിരായ 3-ാം മത്സരത്തിലും വിജയം നേടിക്കൊണ്ട് സമ്പൂർണ്ണ പരമ്പര നേട്ടമാണ് ടീം ഇന്ത്യ ഇന്നലെ സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്കിറങ്ങിയ അതേ ടീമിനെ തന്നെയാണ് ടീം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്കായി പരിഗണിക്കുന്നത്. ജസ്പ്രീത് ബൂമറയ്ക്ക് പരിക്ക് മൂലം ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമായ സാഹചര്യത്തിൽ ഹർഷിത് റാണയെ അദ്ദേഹത്തിന് പകരക്കാരനായി റീപ്ലേസ്മെന്റായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യൻ സ്പിന്നർ വരുൺ ചക്രവർത്തിക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ 3-ാം ഏകദിനത്തിൽ പരിക്ക് മൂലം വരുൺ ചക്രവർത്തി കളിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ജയ്സ്വാളിന്റെ പകരക്കാരനായി വരുൺ ചക്രവർത്തിയെ ടീമിലേക്ക് സെലക്ടർമാർ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ വരുൺ ചക്രവർത്തിക്ക് വീണ്ടും പരിക്കേറ്റിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ 5 മത്സരങ്ങളിൽ 14 വിക്കറ്റ് വീഴ്ത്തിയ വരുണിനെ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിലായിരുന്നു ആദ്യം ഉൾപ്പെടുത്തിയിരുന്നത്. 2-ാം മത്സരത്തിൽ താരം കളിച്ചിരുന്നുവെങ്കിലും 3-ാം ഏകദിനത്തിലുള്ള ഇന്ത്യൻ ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. വരുൺ ചക്രവർത്തിക്ക് കാലിന് പരിക്കേറ്റതിനാലാണ് ടീമിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നുള്ള ഒരു അപ്ഡേറ്റ് രോഹിത് ശർമ്മ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. അതോടെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലേക്ക് വരുണിന് പകരം മറ്റൊരു താരത്തെ ടീം ഇന്ത്യ പരിഗണിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ടാണ്. പുതിയ IPL സീസണിൽ പുതിയ നായകനിലൂടെ ആയിരിക്കും RCB ടീം എത്തുക. ടീമിന്റെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് എത്തിയിരിക്കുന്നത്. മുൻ നായകനായ വിരാട് കോഹ്ലി ടീമിനെ നയിക്കാനായി വീണ്ടും എത്തുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്നാൽ കോഹ്ലി RCBയുടെ നായക സ്ഥാനത്തേക്ക് എത്താനായി ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് ടീം മാനേജ്മെന്റിനെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. പുതിയ സീസണിൽ ടീമിലെ സീനിയർ താരമായ രജത് പാട്ടീദാർ ആയിരിക്കും നയിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിൽ പറയുന്നത്. കോഹ്ലിക്ക് വീണ്ടും RCB ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കുന്നതിനായി താല്പര്യമില്ല എന്നും വിക്കറ്റ് കീപ്പർ ബാറ്ററായ രജത് പാട്ടീദാർ ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.